ഈ നമ്മുടെ സ്പോർട്സ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ സ്പെയിനിൽ പോയിരുന്നു. സ്പെയിനിൽ ഒരു അവിടെ പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അവിടെ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ അതായത് അർജന്റീനയിലെ ഫുട്ബോൾ താരമായിട്ടുള്ള ഈ മെസ്സിയെ ഇനി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഇതുണ്ട്. കേരളത്തിൽ മെസ്സി വരും, മെസ്സി ഫുട്ബോൾ കളിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ സ്പെയിനിൽ അതിന് പോകേണ്ട കാര്യം എന്താണെന്ന് ഇത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുക. കാരണം സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം ഈ പറഞ്ഞ അർജന്റീനയ്ക്ക് കിട്ടിയിട്ട് 200 വർഷത്തോളം മേളിലായി. ഇപ്പോൾ സ്പെയിൻ അർജന്റീന 2 രാജ്യങ്ങളാണ്. അതായത് നമുക്ക് ഇന്ത്യയിലെ ഒരു സച്ചിൻ ടെണ്ടുൽക്കറിനെ വിളിക്കാൻ ഇംഗ്ലണ്ടിൽ പോകുന്ന പോലെയാണ്. അപ്പം ഇത് അവിടെ പോയി 13 ലക്ഷം രൂപ. അല്ല, അതൊക്കെ തമാശകളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം അർജന്റീനയിൽ പോയി അർജന്റീനൻ സ്പോർട്സ് അസോസിയേഷനായിട്ട് അല്ലെങ്കിൽ ഫുട്ബോൾ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് മെസ്സിയും ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പകരം ഇദ്ദേഹം സ്പെയിനിൽ പോകുക എന്ന് പറഞ്ഞാൽ സ്പെയിനിൽ ഒരുപാട് ക്ലബ്ബുകളുണ്ട്, ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്. അവരൊക്കെ ആയിട്ട് വേണമെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് മെസ്സി ഇവിടെ വരണമെന്നില്ല. മെസ്സി വരണമെങ്കിൽ തീർച്ചയായിട്ടും അർജന്റീനയിലേക്ക് പോകണം. പക്ഷേ അർജന്റീനയും ഫുട്ബോൾ അസോസിയേഷനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവർ. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മെസ്സി വരും, അത് ഈ വർഷം വരും എന്നൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് വരില്ല, ഈ വർഷം വരില്ല, അടുത്ത വർഷം വരാം എന്ന് അവർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില പത്രപ്രവർത്തകർ അർജന്റീന അസോസിയേഷനുമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത്. അന്ന് നോക്കി AFA അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ, അതെ, അതിൻ്റെ ചീഫ് കൊമേഴ്സ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ ലിയാൻഡ്രോ പീറ്റേഴ്സൺ ആണ് പറഞ്ഞത് കേരളം കരാർ ലംഘിച്ചു. അല്ല, കേരളത്തിൽ അങ്ങനത്തെ ഒരു കരാർ ലംഘനം ഇല്ല എന്നാണ് കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം. കരാറേ ഇല്ല എന്നുള്ളതാണ്. കരാർ ഉണ്ടാക്കിയിരിക്കുന്ന സ്പോൺസർമാരാണ്. 130 കോടി രൂപയുടെ ഒരു കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ലംഘിക്കപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നതായിട്ടുള്ള വാർത്ത. ഇത് അവർ പുറത്തുവിട്ടതാണ്. ഈ പറയുന്ന AFFA ആണ് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ അസോസിയേഷൻ, അങ്ങനെ എന്താണ് അതിന്റെ പേര്. അത് അവരാണ് ഇത് പുറത്തുവിട്ടത്. ഇങ്ങനെ കേരളം ലംഘിച്ചു എന്നുള്ള ഒരു കാര്യം. അല്ല, അവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ ഈ വർഷം കേരളത്തിൽ കളിക്കാൻ വരുന്നില്ല? മെസ്സി അടക്കമുള്ളതായിട്ടുള്ള അർജന്റീനിയൻ ഫുട്ബോൾ ടീം കേരളത്തിൽ വന്ന് കളിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്താണ് ഈ വർഷം നിങ്ങൾ വരാതിരുന്നത് എന്ന് ചോദിച്ച സമയത്ത് ഞങ്ങൾ ഈ വർഷം വരുന്നില്ല, ഞങ്ങൾ അടുത്ത വർഷമേ വരുന്നുള്ളൂ. അതിപ്പോൾ ഒരു കരാർ ലംഘനം അല്ലേ എന്ന് അവർ ചോദിച്ചു. കാരണം 130 കോടി രൂപയുടെ ഒരു കരാറാണ്. അപ്പോൾ അത് കരാർ ലംഘനമല്ല എന്ന നിലപാടാണ് അവർക്കുള്ളത്. ഞങ്ങൾ അടുത്ത വർഷം വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇന്ത്യയിലെ ഫുട്ബോൾ ഫെഡറേഷനോ കേരളത്തിലെ ഫുട്ബോൾ ഫെഡറേഷനെ പോലെ ഇത് അറിഞ്ഞില്ല. അതായത് മെസ്സി ഇവിടെ വന്ന് ഇവിടുത്തെ ടീമുകളുമായിട്ട് കളിക്കണം അങ്ങനെ എന്നുണ്ടെങ്കിൽ അവർ ഇത് ആദ്യം അറിയുന്നത് അവരായിരിക്കുമല്ലോ. അവരിത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പം ഇതെല്ലാം തന്നെ ഒരു എന്താ പറയുക, ഒരു അല്ല, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരള സർക്കാരുമായിട്ട് ഡയറക്റ്റായിട്ട് ഇനി യാതൊരു ബന്ധമില്ല. അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഈ സ്പോർട്സ് മന്ത്രി പറയുന്ന കാര്യങ്ങളൊന്നും സുതാര്യമല്ല. സ്പോൺസർമാർ അവരുമായിട്ട് ചേർന്ന് കേരളത്തിൽ ഇങ്ങനെ കളി സംഘടിപ്പിക്കാമെന്നും അതിന് 130 കോടി നൽകാമെന്നും ആ 130 കോടിയിൽ കൂടുതൽ പണം ഇവിടുന്ന് പിരിച്ചെടുക്കാം എന്നും സ്പോൺസർമാർ വിശ്വസിക്കുന്നുണ്ട്. കാരണം പരസ്യത്തിൽ അതേപോലെ തന്നെ ടിക്കറ്റ് വിറ്റൊക്കെ നല്ല രീതിയിൽ പണം ഉണ്ടാക്കാൻ കഴിയുന്നവർ കരുതുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ബിസിനസ്സാണ്. സ്പോർട്സ് എങ്ങനെയാണ് ഒരു ബിസിനസ്സായി മാറുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ ബിസിനസ് സുതാര്യമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കപ്പെടാതെ പോയതിൻ്റെ പേരിൽ തന്നെയാണ് ഈ വർഷം മെസ്സിയും കൂട്ടരും കേരളത്തിൽ എത്താതെ പോകുന്നത്. കേരളത്തിൽ മെസ്സിയും കൂട്ടരും എത്തിക്കുന്നത് ഇവിടുത്തെ അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയമുണ്ട് ശരിക്കും പറഞ്ഞു. കാരണം കേരളത്തിലെ ആളുകളെന്ന് പറയുന്നത് ഭ്രാന്തന്മാരാണ്, ഫുട്ബോൾ ഭ്രാന്തന്മാരെന്നാണ് ഞാൻ വിശേഷിപ്പിക്കുക. കാരണം ലോകകപ്പൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെ നിറയെ പോസ്റ്ററുകളാണ്. ഒന്ന് അർജന്റീന ഫാൻസിൻ്റെതായിരിക്കും, മെസ്സി ഫാൻസിൻ്റെതായിരിക്കും, അതല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളുടെ ബ്രസീലിൻ്റെ ഫാൻസ് എത്രയോ പേരാണ് അവർ. അവരൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഫ്ലക്സ് വെച്ചും അതേപോലെ തന്നെ കൊടി ഉയർത്തിയും വലിയ തരത്തിൽ ആഘോഷിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ ഒരു താല്പര്യത്തെ മുൻനിർത്തി അർജന്റീന പോലെയുള്ള ഒരു രാജ്യത്തിലെ മെസ്സി അടങ്ങുന്നതായിട്ടുള്ള ഒരു ടീമിനെ കൊണ്ടുവന്ന് കേരളത്തിൽ കളിപ്പിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിലവിലുള്ള ഭരണകക്ഷിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടും എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. മാത്രമല്ല ഇടതുപക്ഷത്ത് തന്നെ ഒരുപാട് ആളുകൾ ഈ ഫുട്ബോൾ ഫാൻസാണ്. അപ്പോൾ അവരുടെയും ഒരു താല്പര്യ സംരക്ഷണം അതിൻ്റെ അകത്തുണ്ട്. എന്ന് വെച്ചാൽ വളരെ രസകരമായിട്ടുള്ള ഒരു കൾച്ചറൽ, അതേപോലെ സ്പോർട്സ്, അതേപോലെ പൊളിറ്റിക്സ് എല്ലാം കൂടി ഇടകലർന്നിട്ടുള്ള ഒരു മിശ്രിതമായിട്ട് ഇത് മാറിത്തീരും. നല്ല കാര്യമാണ് ശരിക്കും പറഞ്ഞ്.
പക്ഷെ അത് ശരിയായ രീതിയിൽ നിർവഹിക്കപ്പെടാതെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആളുകളെ പറഞ്ഞ് പറ്റിച്ചു എന്ന് പറഞ്ഞ് ഇവർക്ക് കിട്ടാൻ പോകുന്നതായിട്ടുള്ള ക്രെഡിറ്റ് ഡിസ്ക്രെഡിറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു കിരീടത്തിലൊരു പൊന്തൂവൽ വെക്കാനാണ് അബ്ദുൾ റഹ്മാൻ ശ്രമിച്ചത്. പക്ഷെ അതിപ്പോ പൊന്തൂവൽ മാറി കാക്കത്തൂവലാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇപ്പം ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ ഫുട്ബോൾ ഫെഡറേഷൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ കേരള ഫുട്ബോൾ അതും പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഫുട്ബോൾ ഫെഡറേഷനൊക്കെ അറിയിച്ച് ഇതൊരു വലിയ കൂട്ടായ്മയല്ലേ. ഈ കൂട്ടായ്മയിൽ എല്ലാവരെയും ബന്ധപ്പെടുത്താൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ഒന്ന് നമ്മുടെ കേരള ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്ന സാധനം, അതേപോലെ തന്നെ ഇന്ത്യയുടെ. അപ്പോൾ ഈ ഫുട്ബോൾ അസോസിയേഷനുകൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാഷ്ട്രത്തിൻ്റെതുണ്ട്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെതുണ്ട്, അതുപോലെ തന്നെ ക്ലബ്ബുകളുണ്ട്, ഫുട്ബോൾ പ്രേമികളുടെ ഒരു കൂട്ടമുണ്ട്. ഇവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ആലോചിച്ച് അവരുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ നീക്കം നടത്തിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കൊല്ലം തന്നെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അർജന്റീന ടീമിനെ കേരളത്തിൽ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ കഴിയുമായിരുന്നു. കാരണം നമ്മളുടെ ഒരു വലിയ ആവേശമാണ് ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് ഫുട്ബോൾ നടക്കുന്ന സമയത്ത്, ഫുട്ബോൾ മത്സരം നടക്കുന്ന സമയത്ത് എറണാകുളത്ത് ഇത് കാണാൻ വരുന്ന ആളുകൾ കണ്ണൂർ, കാസർഗോഡ് മുതലുള്ളതായിട്ടുള്ള ആളുകളാണ്. അവിടെ നിന്ന് വരുന്നതായിട്ടുള്ള ട്രെയിനിലേക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്ത് തിരക്കാണെന്നറിയാം. കാരണം പ്രത്യേകിച്ച് ഈ മലബാർ പ്രദേശത്താണ് ഈ ഫുട്ബോൾ ഭ്രാന്തന്മാർ എന്ന് പറയുന്നത് വളരെ കൂടുതലുള്ളത്. അവരാണ് എൻ്റെ ഫാൻസായിട്ട് മാറുന്നത്. അവർ ഭയങ്കര രസമായിട്ട് ജീവിതത്തെ ഇത് ആസ്വദിക്കുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ടീം വരണമെന്ന് വെച്ചാൽ, മെസ്സി വരണമെന്ന് വെച്ചാൽ, മെസ്സി എന്ന് പറഞ്ഞ ഒരു വലിയ മാജിക്കൽ ഫിഗറാണ്, മാജിക്കൽ നെയിമാണ്. അവർ വന്നാൽ വളരെ രസകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് എന്താണ്, വളരെ കാര്യക്ഷമം എന്ന് നമ്മൾ പറയാനതിൻ്റെ അകത്ത് ഊന്നൽ കൊടുക്കണം എന്നാണ് എനിക്ക് വന്നത്. കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ മന്ത്രിയും അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള ആളുകളും ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വർഷം തന്നെ മെസ്സി വരുമായിരുന്നു. ഇതിൽ ആത്മാർത്ഥമായ ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ സർക്കാർ അങ്ങനെ ഇതിനകത്ത് ഇൻവോൾവ്ഡ് അല്ല. അബ്ദുൾ റഹ്മാൻ ഉണ്ടല്ലോ, അബ്ദുൾ റഹ്മാനാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഇൻവോൾവ് ആയത്. ഇൻവോൾവ് ആകാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം സ്പോർട്സ് മന്ത്രിയാണെന്നുള്ളത് മാത്രമല്ല, ഈ മലബാറിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ട് എന്തില്, ഫുട്ബോളിൽ. ആ വലിയ സ്പിരിറ്റാണ്. ആ സ്പിരിറ്റൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ ആരിറങ്ങിത്തിരിച്ചാലും ഇറങ്ങിത്തിരിച്ച കാര്യം നിർവഹിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം, അതിനാവശ്യമായിട്ടുള്ള കാര്യക്ഷമത ഉണ്ടാവണം. എഫിഷ്യൻസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എഫിഷ്യൻസിയുടെ അഭാവമായിരിക്കുമോ, അതായത് അത് ഒരു ആത്മാർത്ഥത ഇല്ലായ്മയായിരിക്കും? ആത്മാർത്ഥത ഇല്ലായ്മയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്തി പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ആത്മാർത്ഥ ഇല്ലായ്മ അല്ല യഥാർത്ഥം. ഓരോ മനുഷ്യനും പല ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. അബ്ദുൾ റഹ്മാൻ്റെ പരിമിതി എന്ന് പറയുന്നത് നമുക്കിതിനകത്ത് പ്രകടമാണ്. കാരണം അദ്ദേഹത്തിന് ഇത്തരം വലിയ ലോകങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെ സ്വാധീനിക്കാനും അവരെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചും ഇച്ഛയ്ക്കനുസരിച്ചും പാകപ്പെടുത്തിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയാതെ പോയിട്ടുണ്ട്. ആ കഴിവുകളാണ് യഥാർത്ഥത്തിൽ ഇവരുടെ പ്രകടമാക്കപ്പെടുന്നത്. ആത്മാർത്ഥമില്ലായ്മയല്ല ശരി. ഇവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ വർഷം തന്നെ കൊണ്ടുവന്നാൽ മാത്രമാണ് അതിൻ്റെ ക്രെഡിറ്റ് ഈ അടുത്ത ഇലക്ഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സാധാരണ രീതിയിൽ വളരുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധമായിട്ടുള്ള സംവിധാനങ്ങളിലേക്കും അവരോട് വേറിറക്കിയിട്ടാണ്. കലയിൽ, നാടകത്തിൽ, സാഹിത്യത്തിൽ, അതേപോലെ തന്നെ സ്പോർട്സിൽ, മനസ്സിലായി, ഈ മേഖലകളിലൊക്കെ ഇവർക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞാൽ അവരുടെ ശക്തി വളരെ കൂടുതലായിരിക്കും. ഇപ്പം ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് ഇത്തരം മേഖലകളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഫിദൽ കാസ്ട്രോ അതേപോലെ തന്നെ മറഡോണയൊക്കെ ആയിട്ടുള്ള ബന്ധം നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. കാരണം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞ് ജീവവായുവാണ്. അത് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ കലർന്നാണ് വളർന്ന് വികസിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. മറഡോണ ഇത്രമാത്രമാണ് ഫിദൽ കാസ്ട്രോസിനെ അതെ, എല്ലാവരും അങ്ങനെയാണ് ശരിക്കും. കാരണം അത് ആ ഒരു വൈകാരിക ഭാവത്തിലേക്ക് കടന്നാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ടാകും. അതൊരു രസമാണ്, സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനക്ഷമമായിട്ടുള്ള സംവിധാനമാണ്. പക്ഷെ ഇവിടെ ഇയാൾ ഇതിൽ പരാജയപ്പെട്ടു, അബ്ദുൾ റഹ്മാൻ. അതാണ് മെസ്സി വരാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.